ഞാൻ ഒരൊറ്റ മരുമകളാണ്. എനിക്ക് 2 നാത്തൂന്മാരാണ്. അവർ രണ്ടുപേരും എന്നെക്കാൾ 8-10 വയസ്സിന് മുകളിലാണ്. 2 പേർക്കും കൂടി 7 മക്കളുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ, ഭർത്താവ്, മക്കൾ വേറെ ഉണ്ട്. എപ്പോഴും ഞങ്ങളെല്ലാവരും കൂടുന്നവരാണ്. അവരും മക്കളും 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. എത്ര ദിവസങ്ങൾ നിന്നാലും മരുമകളായ എൻ്റെ മാത്രം ജോലിയാണ് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക. അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കുക, ഭക്ഷണം തയ്യാറാക്കിയ പാത്രങ്ങൾ കഴുകി വെക്കുക എന്നീ ജോലികളൊക്കെ. ആദ്യം തന്നെ അവർ വരിക, പറയാം, ഞാൻ ഇതൊക്കെ ഇവിടെ വന്നാൽ ഒരു മടിയാണ് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് എന്ന് ആദ്യം തന്നെ പറയും. ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലക്ക് പറയും. സ്വാഭാവികമായിട്ട് അവരോട് തിരിച്ചൊന്നും പറയാറില്ല. എല്ലാം കഴിഞ്ഞ് ഒന്ന് റൂമിലേക്ക് റെസ്റ്റ് എടുക്കാൻ പോകുമ്പോഴേക്ക് അതിനേക്കാൾ കൂടുതൽ പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോൾ ശാരീരികമായും മാനസികമായിട്ടും ഞാൻ വളരെയധികം ക്ഷീണിക്കും. ഞാൻ എന്താണ് ചെയ്യുക? ഉമ്മ കുറച്ച് പ്രായമായ ഉമ്മയാണ്. ഇനി ഇവർക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവരുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഉമ്മൻ്റെ വീട്ടിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവരൊക്കെ പെരുമാറുന്നത്. ഞാൻ എന്താണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ കുടുംബബന്ധം പുലർത്തും വേണം, എന്നാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു തറവാട് വീട് എന്നുള്ള നിലക്ക് പെങ്ങന്മാർക്ക് വിരുന്ന് വരാനും മക്കളെ വിരുന്ന് പറഞ്ഞയക്കാനും ഒക്കെ അനുവാദമുണ്ട്. അതിനോട് പരമാവധി സഹകരിച്ചാണ് മരുമക്കൾ നിൽക്കേണ്ടത്. അതല്ലെങ്കിൽ എന്താണ് വിചാരിച്ചാൽ അവിടേക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നൂല, അവൾക്ക് അവിടെ നമ്മൾ ചെല്ലുന്ന ഇഷ്ടമല്ല എന്നൊരവസ്ഥ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, സൃഷ്ടിക്കാൻ പാടില്ല. കാരണം അവരുമ്മനെ കാണാൻ വേണ്ടി അവർക്ക് വരണല്ലോ. ആ വശത്തെ നമ്മൾ അംഗീകരിക്കും. പക്ഷേ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിൽ വരുമ്പോൾ പോലും നമ്മുടെ ജോലി ഭാരം ഇരട്ടിക്കും. അപ്പോൾ അംഗങ്ങൾ കൂടുമ്പോൾ എന്ത് ചെയ്യും? ജോലി ഇരട്ടിക്കും. അപ്പോൾ ഒരു 15 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഒരാളാണെന്ന് വരുമ്പോൾ അവരെ പാത്രം മുഴുവൻ ഒരാൾ കഴുകണമെന്ന് വരുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? ഈ മരുമകൾ എന്ന് പറയുമ്പോൾ അവൾ ഒരു ഭർത്താവിനെ സ്വീകരിച്ചു എന്നുള്ളതുള്ളൂ. ഭർത്താവിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു ഇടം കിട്ടിയത് എവിടെയാണ്? ഭർത്തൃ വീട്ടിലാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ഭർത്തൃ വീട്ടിൽ ഞാൻ എത്തുമ്പോൾ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കഴിച്ച് എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ഞാൻ അവിടെ ജീവിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് ഞാൻ അതിലെന്ത് ചെയ്യണം? ഇടപെടണം എന്ന നിലക്കല്ലേ ഈ സഹോദരി ജോലികൾ ചെയ്യണത്. അതേ തത്വം പ്രകാരം എന്ത് ചെയ്യണം? ഇവിടെ വിരുന്നു വന്ന ആളുകൾ എന്ത് ചെയ്യണം? ഞാനും കുട്ടികളൊക്കെ പാടെ വന്നതാണ്, സാധാരണ എല്ലാത്തിനേക്കാളും ജോലി ഭാരം കൂടും, അതുകൊണ്ട് ഞങ്ങളും സഹകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നവർ ചിന്തിക്കണം. ഏത് പോളിസി പ്രകാരമാണോ ഈ വീട്ടിലെ മുഴുവൻ ജോലികളും ഈ പെൺകുട്ടി ചെയ്യുന്നത്, അതേ പോളിസി പ്രകാരം എന്ത് ചെയ്യണം? ഇവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് ബാധ്യസ്ഥരാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. പക്ഷേ നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യം പോലും ചെയ്യാൻ നമ്മളെ അള്ളാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കുള്ള കാര്യമാണെങ്കിലും നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. പക്ഷേ ഈ മരുമക്കൾക്കുള്ള ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂല, ചെയ്യാൻ കഴിയൂല എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ജോലിയിൽ എന്തെങ്കിലും ഒരു ഭാരം പറഞ്ഞാൽ എന്താണ് ഉടനെ വരുന്ന കമന്റ് എന്തായിരിക്കും? ഞങ്ങളൊന്നും വരുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലാതെ. അതായത് ഒന്നും പ്രതികരിക്കാൻ പറ്റൂല. ചിലപ്പോൾ ഭർത്താവ് പോലും സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ആളുകളോട് നമുക്ക് പറയാനുള്ളത് നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യാന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. നമ്മളെ കൊണ്ട് കഴിയുന്നതേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ നമ്മളുടെ മേൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഡീൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പോൾ ഒരു 5 മണിക്കൂർ വേണ്ട ജോലി, അതായത് ഇപ്പോൾ ഒന്ന് തുടക്കാനുണ്ട്, അതേപോലെ തന്നെ പാത്രം കഴുകാനുണ്ട്, ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുണ്ട്, കുട്ടികളെ നോക്കാനുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ എന്താ ചെയ്യാ അറിയോ? ജോലികൾ കൂടുതലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വളരെ സ്പീഡ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം രാത്രി ഒരു 1 മണി വരെ അല്ലെങ്കിൽ രാവിലെ ഒരു 4 മണിക്കൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഒരാൾക്ക് ഒരു 4 ആൾക്ക് ചെയ്യേണ്ട ജോലി ഒരാളുടെ തലയിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഇതൊക്കെ റെസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടോ
അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ ചെയ്ത് തീർത്ത് കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഇവൾക്ക് ചെയ്യാൻ കഴിയും എന്നവിടെ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവരെന്താ ചെയ്യേണ്ടുള്ളൂ വെച്ചാൽ ഇവർ കഴിയണത് ചെയ്ത് അവിടെ നിന്നാൽ മതി, ബാക്കി അവിടെ കിടക്കും. മനസ്സിലായി? സിങ്കിലെ പാത്രം അവിടെ അങ്ങനെ കിടക്കും. അടുത്ത നേരം പാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യും, അതിന് ആവശ്യമുള്ളവർ കഴുകിയെടുക്കും. മനസ്സിലായി? നമുക്ക് നമ്മുടെ കുട്ടീനെ നോക്കണം, കുട്ടിക്ക് മുല കൊടുക്കണം, അവിടെ തുടക്കാനുണ്ട്, അവിടെ അലക്കാനുണ്ട്, അതൊക്കെ സാവകാശത്തിൽ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ പണി തീരാതെ വരുമ്പോൾ അതിൽ ഇടപെടാൻ ആര് നിർബന്ധിതരാകും? വീട്ടിലെ മറ്റംഗങ്ങൾ നിർബന്ധിതരാകും. ഇത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യണത്? നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കൂടുതൽ സമയമെടുത്ത്, നമ്മുടെ റെസ്റ്റ് സമയമെടുത്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ പാത്രം കഴുകി ഇവർ റൂമിലെത്താൻ എത്ര മണിയാവും? 1 മണിയാവും. ഇവരൊക്കെ 10 മണിക്ക് കിടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് എന്ത് ചെയ്യണം? രാവിലെ നേരത്തെ നീക്കണം, അതുകൊണ്ട് 10 മണിക്ക് കിടക്കണം. അത് എന്നും 10 മണിക്ക് കിടക്കണം എന്നൊരു റുട്ടീൻ അവരുണ്ടാക്കി വെക്കുന്നു. അപ്പോൾ 10 മണി വരെ തീരുന്ന പണി തീരും, പോയി കിടന്നുറങ്ങും. ഇവിടുത്തെ പണികൾ തീർക്കാൻ കഴിയില്ല വെച്ചിട്ട് അവർക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പുറത്താക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ കഴിയണതേ ചെയ്യേണ്ടതുള്ളൂ. മനസ്സിലായില്ലേ? കഴിയാത്തത് ചെയ്യാത്തതിന് ഒരു ചാർജും ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷെ എല്ലാ മരുമക്കൾക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഒരു 25 ആളുള്ള വീട്ടിലാണെങ്കിലും ഒരൊറ്റ വ്യക്തി മരുമകളായി വന്നാൽ വേലക്കാർക്ക് പോലും എന്താണ് ഓരോടൊരു എക്സ്ട്രാ പണി പറഞ്ഞാൽ അവരെന്ത് പറയും? ഓ, അത് കഴിയൂല കേട്ടോ എന്ന് പറയും. മനസ്സിലല്ലേ? ഒരു വീട്ടിൽ പാത്രം കഴുകാൻ വരുന്ന വേലക്കാരിയുണ്ട്, വീട് തുടച്ചടിക്കാൻ വേണ്ടി വരുന്ന വേലക്കാർ വേറെ ഉണ്ട്, അലക്കാൻ വരുന്ന 6 വേറെ ഉണ്ട്. 3നും പാടെ ഒരാൾ പറ്റാത്തത് എന്തുകൊണ്ടാണ്? 3 പടിയുമാടെടുക്കാൻ ഒരാൾ തയ്യാറല്ല. പക്ഷെ എല്ലാത്തിനും തയ്യാറാണ് ആര്? മരുമകൾ. അപ്പോൾ നമ്മളെല്ലാവരും ഏത് വീട്ടിൽ ചെന്നാലും, സ്വന്തം വീട്ടിലാണെങ്കിലും നമ്മൾ മടിയോ അലസതയോ സാമർഥ്യമോ ഒന്നും കാണിക്കണില്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയണ ചെയ്താൽ ബാക്കിയുള്ളത് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്യും? ആള് വരും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വിഷമവും നമുക്കുണ്ടാവുന്നില്ല. അതൊക്കെ എല്ലാം പാടെ അവളെ കൊണ്ട് കഴിയൂല എന്ന് പറയും. അപ്പോൾ പാത്രം ആവശ്യമുണ്ടെങ്കിൽ കഴുകി അവരെടുക്കും, തറ വൃത്തിയില്ലെങ്കിൽ അവർ തുടക്കും. മനസ്സിലായി? അവരുടെ കുട്ടികൾക്ക് ഭക്ഷണമായിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ നമ്മൾ പറയാം, ഇത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരും കേട്ടോ, എൻ്റെ ഈ പാത്രം ഒന്ന് കേൾക്കി കഴിഞ്ഞാൽ ഞാൻ ബാക്കി ചെയ്തു തരട്ടോ എന്നൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം പറയാം. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യത്തിനനുസരിച്ച് ചെയ്ത് പോവാന്നല്ലാതെ ഇതിന് പരാതി എവിടെ ഉന്നയിച്ചിട്ടും യാതൊരു കാര്യമില്ല.